ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുരിങ്ങയുടെ പൂവ് വെച്ചിട്ട് ഒരു തോരനാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി മുരിങ്ങയുടെ പൂവ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങപ്പൂവിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുരിങ്ങപ്പൂവ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ പൂവൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.